ഇന്ന് വന്ന വീഡിയോ നമ്മളെ ബേബി ഫ്രോക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇവിടെ ആ ഒരു പീസ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ പീസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ബാക്ക് പീസിൻ്റെ അത്രയും ഫ്രണ്ടിലോട്ട് ആവശ്യമില്ല. ഫ്രണ്ടിൻ്റെ പീസ് കുറച്ച് വലിയ പീസായിരുന്നു, അതുകൊണ്ട് ഇതാ ഇങ്ങനെ പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതേം ജോയിൻറ്റ് അടിച്ചു കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പീസ് തന്നെ ചീത്തവശം പുറത്തേക്ക് ആക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. അതിലിട്ട് നമ്മൾ 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിരുന്നല്ലോ, ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ കൊടുക്കുകയാണ്. കൂടുതൽ സ്റ്റിച്ച് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നല്ല വശത്തായിരുന്നു ചെയ്തത്. അപ്പോൾ ചീത്തവശത്തോട്ട് അത് മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഹിപ്പിൻ്റെ ഇറക്കം, അതായത് 8 ഇഞ്ചിലാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഹിപ്പ് ഇറക്കം എത്രയാണ് അവിടെ വരെ ഒരു ലൈൻ അടിച്ച് കൊടുക്കുക കേട്ടോ. അവിടെ മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അടിക്കരുത്. നേരെ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ അടിച്ച് കൊടുക്കണല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അടിച്ച് കൊടുത്തു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് നിൽക്കുക കേട്ടോ. നമ്മൾ സാധാ എലൈൻ ഫ്രോക്ക് നോർമലായിട്ട് കണ്ടിട്ടുണ്ടാവുക. ഇതിലൊന്നൊരു പ്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ, ഒന്നും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് എലൈൻ വരുന്നത്. ഇതാ ഈ ഒരു 6 ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് മുകൾ വശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് മുകളിൽ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്വയർ രൂപത്തിൽ എന്താ ഞാൻ കാണിക്കുന്ന പോലെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അടിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ മുകളിൽ മാത്രം അടിക്കണത്. പിന്നെ ഞാൻ മുട്ട് കുത്തി വെക്കുകയാണ്. നമ്മളെ മുട്ട് സൂചി ഉണ്ടല്ലോ, അത് കുത്തി വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കും. എന്നിട്ടാണ് നെക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമ്മളെ ഫ്രണ്ട് പോർഷൻ നിൽക്കുക. ഇനി ഇത് നമുക്ക് നേരെ പകുതിയാക്കിയിട്ടാണ്. ഇനി നമുക്ക് നെക്ക് വരക്കണമൊക്കെ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. ഇതേപോലെ മടക്കിയിടുക. ഇതൊരു ക്രൈപ്പ് തുണിയാണ്, ഇത് നിങ്ങൾക്ക് ഏത് തുണിയിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഞാനിങ്ങനെ അമർന്ന് നിൽക്കാൻ വേണ്ടി ഒരു മുട്ട അവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. 2 പീസും ഒരുമിച്ച് വെച്ചിട്ട്, ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് ഒരേ അളവിൽ തന്നെയാണ് ഞാനിവിടെ കഴുത്ത് കട്ട് ചെയ്യുന്നത്. കഴുത്തിൻ്റെ അകലം ഞാനെടുത്ത് 2.25 പിന്നെന്താ കഴുത്തിറക്കം 3 ഇഞ്ച്. അത് ഒരേ ലെവലിൽ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ബാക്കും ഫ്രണ്ടിലും പ്ലേറ്റർ കോർണറാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്ലേറ്റർ കോർണറിൽ ഞാൻ ബാക്കിലും ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കോളർ വെക്കുന്നതായതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അളവിൽ നിന്നും 4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാ ഇവിടെ ഇങ്ങനെ ഇളകിയത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഞാൻ സിബ്ബാണ് വെക്കുന്നത് കേട്ടോ. ബാക്കിൽ സിബ്ബ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് ഓൾറെഡി ഇങ്ങനെ 2 പീസ് കൂട്ടി ജോയിൻ ചെയ്തതാണല്ലോ. അപ്പോൾ ആ ജോയിൻ ചെയ്ത അവിടെ ഇങ്ങനെ നല്ല നിവർത്തി പിടിച്ചിട്ട് ഒന്ന് അടിച്ച് കൊടുക്കണമെങ്കിൽ അടിച്ച് കൊടുക്കുക. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ സിബ്ബ് വെച്ചിട്ട് അടിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സിബ്ബ് ഇങ്ങനെ മറച്ച് വെക്കണം കേട്ടോ. അതായത് നല്ല വശം മുകളിലായി വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സിബിൻ്റെ ചുറ്റൊന്ന് അടിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നല്ല നീറ്റായിട്ട് നമുക്ക് ഇങ്ങനെ സിബ്ബ് വെക്കാൻ കഴിയും, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഇതാവുമ്പോൾ കേട്ടോ. ആദ്യം ഒരു സ്റ്റിച്ചിങ് അവിടെ വരുമ്പോൾ നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ 3 വശം ഇതങ്ങനെ